വായനാശീലം കുറയുമ്പോഴാണ് മൊത്തത്തിൽ കോളേജിൽ മറ്റ് പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്തോണ്ട് പിള്ളേർ ഇറങ്ങിപ്പോകുന്നത്. 10 പുസ്തകം അവർ വായിക്കട്ടെ, ഒരുപാട് ഗുണം ചെയ്യും നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. EMS അദ്ദേഹമായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. EK നായനാർ സത്യം പറഞ്ഞാൽ ഒരു കഥ കേൾക്കുന്ന സുഖമാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ. നമുക്കൊരു രാഷ്ട്രീയക്കാരൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ അല്ല. ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു വയസ്സായ അമ്മ എന്നുള്ള രീതിയിൽ, നിങ്ങളുടെ ജീവിതം നിങ്ങളുണ്ടാക്കിയെടുക്കണം, മറ്റൊരാളുടെ നിർദ്ദേശാനുസരണം അല്ല നിങ്ങളുണ്ടാക്കിയെടുക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലൂടെ പോകുമ്പോൾ എന്താണ് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രേക്ഷകരോട് പറയേണ്ടതെന്ന് പല വട്ടം ആലോചിക്കാറുണ്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഞാൻ വന്നിരിക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു മമ്മൂട്ടിയായിട്ടുള്ള അടുപ്പം, മോഹൻലാലുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം പറഞ്ഞെങ്കിലും പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ചേച്ചിയുടെ പല ഇൻ്റർവ്യൂവിലും ഈ കുട്ടികളിലുള്ള ഒരു വായനാശീലം വളർത്തിയെടുത്തത് സുകുമാരനാണ് അല്ലെ സുഗോട്ടനാണെന്ന്. ഒരു സംശയവും വേണ്ട. കാരണം നമ്മൾ ആസ് യൂഷ്വൽ അന്ന് മക്കൾ രണ്ടായി, അവരുടെ പഠിത്തം, ദൈനംദിന കാര്യങ്ങൾ, വീട്ടുജോലി, അച്ഛൻ എന്തിഷ്ടം, മക്കൾ വീട്ടിലുണ്ടെങ്കിൽ മക്കൾക്ക് എന്തിഷ്ടം, ഇതൊക്കെയാണല്ലോ അമ്മമാരുടെ പ്രധാന ചിന്തകൾ. പക്ഷേ അപ്പോഴും ഈ പഠിത്തത്തിനെക്കുറിച്ച് സുഗോട്ടൻ എൻ്റെ അടുത്ത് പറയും, വെറുതെ ഇങ്ങനെ ചുമ്മാതെ പുസ്തകങ്ങളാക്കി മാറ്റല്ലേ, എവിടെയെങ്കിലും കൊണ്ടിട്ടാൽ 4 കാലം നിൽക്കാൻ പഠിക്കണം, അത് ആമ്പിള്ളേരാണ്, പെൺമക്കളും അല്ല, മറ്റെവിടെയെങ്കിലും കെട്ടിച്ച് വിട്ടാൽ അങ്ങ് പൊക്കോളും എന്നൊക്കെ പറയും. അപ്പം ഞാനിങ്ങനെ സത്യമാണെന്ന് പറയും. അത് കഴിഞ്ഞ് ഞങ്ങൾ മദ്രാസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറി വന്നപ്പോൾ ആദ്യം അദ്ദേഹം ചെയ്ത, മുകളിലൊരു വലിയ ഹോളുണ്ടായിരുന്നു, ഒരു 2, 4, 6, 8 വലിയ ഷോക്കേസ് വയ്ക്കാൻ പറ്റും അതിൻ്റെ 4 സൈഡിലായിട്ട്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഓൾറെഡി ഒരുപാട് പുസ്തകങ്ങൾ, കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഹോബി എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ കാറിൽ പോയാലും ബസ്സിൽ പോകുന്നത്, ഞാൻ ജീവിതം തുടങ്ങിയപ്പോൾ അദ്ദേഹം താരമായതുകൊണ്ട് പിന്നെ പ്ലെയിനും കാറും ഒക്കെ ആക്കി കൂടുതലും. എവിടെ പോകുമ്പോഴൊരു പുസ്തകം വാങ്ങിക്കും. എയർപോർട്ടിൽ ചെന്നാലും ബുക്ക് സ്റ്റാളിൽ കയറി വായിക്കാത്തൊരു പുസ്തകം വാങ്ങിക്കും, അത് വായിക്കും. അതൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് പോയി വരുമ്പോഴത്തേക്ക് വായിച്ച് തീരും. അത്രയും ഇതായിട്ട് പുസ്തകത്തിനെ കൊണ്ട് നടക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഏതാണ്ടൊരു 2-3 ഷെൽഫ് നിറച്ച് ഫില്ല് ചെയ്യാനുള്ള പുസ്തകങ്ങൾ കയ്യിലുണ്ട്. അപ്പോൾ അതിലൂടെ ഈ മക്കളെ കൊണ്ടുവന്ന് 6ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ചേർത്തപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹം ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ കൊറിയറിൽ വരുന്നു, പിന്നെ ക്രോംപ്റ്റൺസ് എൻസൈക്ലോ, അങ്ങനെ അതിങ്ങനെ കുറേ പുസ്തകങ്ങൾ, ഒരുപാട് ബുക്കുകൾ കുട്ടികൾക്ക് പഠിത്തത്തിലും കൂടെ ഉപകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് റെഫർ ചെയ്ത് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള എൻസൈക്ലോപീഡിയകൾ, പുസ്തകങ്ങൾ, കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് ഈ ഹാള് മുഴുവനും സത്യം പറഞ്ഞാൽ ഒരു നല്ല ലൈബ്രറി പോലെ ആക്കി. അത് ഈ അടുത്ത കാലത്ത് പലരും പറയുകയും ചെയ്തു സുഗോട്ടൻ ലൈബ്രറിയെക്കുറിച്ച്. എന്നിട്ട് അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത്, ഞങ്ങൾക്ക് പണ്ടേ അതെ ഈ പഴയ കുറച്ച് കാലം അധികം നിൽക്കുന്ന ഡ്രൈവർമാരും കുറച്ച് വേണ്ടപ്പെട്ട പിള്ളേരും ഒക്കെ കൂടെ കാണും എപ്പോഴും. അങ്ങനെ വന്നൊരാളാണ് നമ്മുടെ സിദ്ധു പനക്കൽ എന്ന് പറയുന്ന സിദ്ധാർത്ഥൻ, പിന്നെ ആൽവിൻ ആൻ്റണി, അവരെയൊക്കെ സുഗോട്ടൻ നല്ല ഒരുമാതിരി മക്കളെ പോലോ അല്ലെങ്കിൽ കൊച്ചനുജന്മാരെ പോലോ കൊണ്ടു നടന്ന ഒരാൾക്കാരാണ്. അപ്പോൾ വെച്ചിട്ട് ഇതിങ്ങനെ അടുക്കി വയ്ക്കും. ഹാഡ്ലി ചേസിൻ്റെ നോവലുകളെല്ലാം ഒരു ഇതിനകത്ത്, പിന്നെ ഫിക്ഷൻ, അങ്ങനെ ഓരോ ഹെഡിങ്ങിലായിട്ട് വയ്ക്കുന്നതിനുണ്ട്. ക്രൈം ത്രില്ലർ, ഫിക്ഷന്, മറ്റത് പറിച്ചത്, ഇങ്ങനെ ഓരോ തരത്തിലുള്ള പുസ്തകങ്ങൾ വയ്ക്കാൻ ഓരോ ഷെൽഫാണ്. എന്നിട്ട് ഒരു ചെറിയ അവധി, വലിയ അവധിക്കൊക്കെ ഒരു 10 ദിവസമൊക്കെ കൊണ്ടുപോകും എങ്ങോട്ടെങ്കിലും. അത് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ ആ ഷൂട്ടിംഗ് സമയത്തേക്കാണ് ഞങ്ങളുടെ പോക്ക്. ഇതാണ് പരമാവധി വെക്കേഷൻ ട്രിപ്പ്. അല്ലെങ്കിൽ ഇതുപോലെ 2 ദിവസം 3 ദിവസം ഉണ്ട്, അല്ലെങ്കിൽ ഓണത്തിന് ഒരാഴ്ചയുണ്ട്, പൂജ ഹോളിഡേയ്സ് ഒരു 4 ദിവസം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതേ വീട്ടിൽ വരുന്നതന്നെ പറയും, ഇന്ന പുസ്തകം വായിക്കാൻ പറയും. 2 പേർക്ക് 2 ബുക്ക് എടുത്ത് കൊടുക്കും. വായിച്ചിട്ട് പറയും വായിച്ച് നോക്കണം. എന്നിട്ട് വായിച്ച് കഴിയുമ്പം അച്ഛനൊരു നോട്ട്ബുക്ക് വാങ്ങിച്ച് തരും. ആ പുസ്തകത്തിൻ്റെ പേര് മുകളിൽ എഴുതിയിട്ട് എന്താണ് അത് വായിച്ചപ്പോൾ ആ ബുക്കിനെക്കുറിച്ചുള്ള അഭിപ്രായമോ, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ അതിൻ്റെ ആഖ്യാന രീതിയോ, ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം എന്തിനെക്കുറിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എനിക്കതിനെക്കുറിച്ചിട്ടുള്ള ഒരു പേജിൽ ഒരു സംഗതി എഴുതി തരണമെന്ന് പറയും. അതൊരു ഹോംവർക്ക് പോലെ അതേ കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് അവധിയുമാണ്. ചെയ്യാച്ചാ അത് എഴുതി തന്നാൽ നന്നായിട്ട് എഴുതുന്ന ആളിന് വേറെ 2-3 ബുക്ക് വാങ്ങിച്ചത്. അപ്പോൾ അന്ന് ഈ എനിറ്റ് ബ്ലൈറ്റിൻ്റെ പിള്ളേരുടെ പുസ്തകമൊക്കെ വായിക്കുന്ന സമയമാണ് മക്കൾ 2 പേരും. പിന്നെ ചില കോമിക്സൊക്കെ ഉണ്ടായിരുന്നത്, അത് വാങ്ങിച്ചു തരും, ഇത് വാങ്ങിച്ചു തരും എന്നൊക്കെ പറയും.
അങ്ങനെ ഇവർ രണ്ടുപേരും എഴുതും. അങ്ങനെ തുടങ്ങിയ തുടക്കം ഒരുവിധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും അവരുടെ പ്രായത്തിൽ അവർക്ക് വായിക്കാവുന്ന എല്ലാ പുസ്തകങ്ങളും ഇന്ദ്രനും രാജുവും വായിച്ചിട്ടുണ്ട്. അത് അവരുടെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളോ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കോമിക്സും പുസ്തകങ്ങളും മാത്രമല്ല, സുവേട്ടൻ തിരഞ്ഞു കൊടുക്കുന്ന പുസ്തകങ്ങൾ വരെ വായിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, അതുകൊണ്ടല്ല, മലയാളം നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നു, നീയും മലയാളത്തിൽ പല കാര്യങ്ങളും എഴുതുകയോ വായിക്കുകയോ ഒക്കെ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുറച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടെ, വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കോളേജിലൊക്കെ ചെന്ന് കഴിയുമ്പം അങ്ങനെ വേണം. കാരണം അതിപ്പം നമ്മളുണ്ടാക്കിയൊന്നുമല്ല. ഇവിടെ പലരും ഓഹോ ഇംഗ്ലീഷ് പറയുന്നവർ എന്നല്ല പറയുന്നത്, അതല്ല. ഇപ്പം ഇംഗ്ലീഷ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു കോളേജിൽ പഠിക്കാൻ പറ്റുമോ? ഈ കേരളം വിട്ടോ അല്ലെ ഇന്ത്യ വിട്ടോ പുറത്തേക്ക് പോയി എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? നമ്മൾ ഗൾഫിൽ പോയാലും നമുക്ക് അറബി അറിഞ്ഞൂടാ. ഒന്നില്ലേ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, ഇത് രണ്ടും നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ എയർപോർട്ടുകളിലുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ഭാഷ അറിയാമെങ്കിൽ ഓ പൊന്നു സാറേ നമ്മൾ ഇതിനടുത്തുനിന്ന് വന്നതാണേ എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ കാര്യം പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ആ ലൈബ്രറിയിലെ പുസ്തകങ്ങൾ മുഴുവനും ഈ കുഞ്ഞുങ്ങളെ പക്ഷേ 100% ഞാൻ പറയുകയാണ്, കുട്ടികളിൽ വായനാശീലം വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് ദൈവത്തെ വിചാരിച്ച അച്ഛനമ്മമാരത് ആലോചിക്കണം. ഭയങ്കര വിലയുള്ള പുസ്തകമല്ല ഞാനീ പറഞ്ഞത്, കൊച്ചു കൊച്ചു കഥകൾ. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 8ാം ക്ലാസ് 9 എനിഡ് ബ്ലൈറ്റ് എന്ന് പറയുന്ന ആളിൻ്റെ പുസ്തകങ്ങളായിരുന്നു ഇവർക്ക് വലിയ ഇഷ്ടം. ചെറിയ കഥകളാണ്, നല്ല രസകരമായ കൊച്ചു കൊച്ചു കഥകൾ. ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ മോളും ഇന്ദ്രജിത്തിൻ്റെ മോളും ഒക്കെ വായിക്കുന്നത് ആ പ്രായത്തിൽ അന്നൊക്കെ അതായിരുന്നു. ഇപ്പോൾ അവരൊക്കെ അതിൽ നിന്ന് ഒരു പടി കൂടെ മുമ്പോട്ടാണ് പുസ്തകങ്ങൾ കാണുന്നത്, പ്രായത്തിനെക്കാട്ടിൽ കുറച്ച് മുമ്പോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ അതൊരു ശീലമാക്കാൻ രക്ഷകർത്താക്കൾ ശ്രമിക്കണം. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു തരട്ടെ. അങ്ങനെ കുറച്ച് നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവർക്കൊരു സൽബുദ്ധി ഉണ്ടാവും. വായനാശീലം കുറയുമ്പോഴാണ് മൊത്തത്തിൽ കോളേജിൽ മറ്റ് പ്രശ്നങ്ങൾക്ക് നേതൃത്വം കൊടുത്തോട്ട് പിള്ളേർ ഇറങ്ങിപ്പോകുന്നത്. അതൊരു സത്യമാണ് കേട്ടോ. ഞാനത് വേറെ എന്താ വലിയ ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് ചോദിക്കരുത്. കാരണം വേറൊന്നും അവർക്ക് ചിന്തിക്കാനില്ല. കോളേജ് വീട്, വീട് കോളേജ് വീട്. പക്ഷേ 10 പുസ്തകം അവർ വായിക്കട്ടെ, ഇന്ന പുസ്തകത്തിൽ ഇന്നാരും ഇങ്ങനെ പറഞ്ഞതടക്കം അവർ സ്വയം ഒരു വിശകലനം നടത്തും, അവരുടെ മനസ്സിലിട്ട് അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിലൂടെ അത് ചിന്തിച്ച്. അങ്ങനെ ഒരുപാട് ഗുണം ചെയ്യും നല്ല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ. അപ്പോൾ കുറേയൊക്കെ കുട്ടികൾക്ക് കുറച്ചൊരു ഇരുത്തം വരും, ഒരു ലോകപരിചയം ഉണ്ടാവും, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ചില ബുദ്ധി, തീരുമാനങ്ങളെടുക്കാനുള്ള ഒരു സാമർഥ്യം. ഇതെല്ലാം കുറേയൊക്കെ നമ്മൾ ജീവിതം കണ്ടുപഠിച്ചും പുസ്തകം വായിച്ചു പിടിച്ചുകൊണ്ടാവേണ്ടതാണ്. അവിടെ താളം തെറ്റുമ്പോഴാണ് മൊത്തത്തിൽ പ്രശ്നം. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ചില കുട്ടികളൊക്കെ കഷ്ടം ദൈവമേ, റോഡിലൊക്കെ നിൽക്കുമ്പോൾ ഏത് പാർട്ടി ഭരിക്കുന്നോ എതിർ പാർട്ടിക്കാരായിരിക്കും സമരം. ഭരിക്കുന്ന പാർട്ടിക്കാർ പിടിച്ച് വലിച്ചു കൊണ്ടുപോയിട്ട് ഒരച്ചടിച്ച് പിടിച്ച് ആണായാലും പെണ്ണായാലും സങ്കടം. ഞാൻ വിചാരിക്കും ഇവരുടെ അച്ഛനും അമ്മയും എന്ത് TV കണ്ട വിഷമിക്കത്തില്ലേ എന്നൊക്കെ എനിക്ക് തോന്നും. എനിക്കറിഞ്ഞൂടെ എൻ്റെ പൊന്നുമക്കളെ നിങ്ങളുടെയൊക്കെ മനോവികാരം എന്തോന്നുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. ഏതായാലും സത്യം പറഞ്ഞാൽ ഒരു അമ്മയെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്. കാരണം അതൊക്കെ കുറച്ച് കുറയ്ക്കുക. ഒരു കാര്യവുമില്ലെന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ടാൽ കൊണ്ട് തരാം ഒരു സ്റ്റാമ്പ് പേപ്പറിൽ. ഇത് വെച്ചിട്ട് നാളെ നിങ്ങളിവിടെ നാട് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അയ്യോ കഷ്ടം. അതുപോട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. ഇതെല്ലാം ഓരോ ഭരണകർത്താക്കൾക്ക് അവരവരിയ്ക്കുന്ന കാലഘട്ടത്തിൽ ജനശ്രദ്ധ നേടാൻ വേണ്ടി ഓരോ മാർഗങ്ങളാണ്. സമരം, അത് ഇത് മറ്റത് മറിച്ചത്. ഇതുകൊണ്ട് ആർക്കാ നഷ്ടം? നിങ്ങളുടെ വിദ്യാഭ്യാസം പോകും, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മനസ്സമാധാനം പോകും, നിങ്ങളുടെ ആരോഗ്യം പോകും, മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ആരാധനയും പോകും. എന്നല്ലാതെ ലാഭം എന്ന് പറയുന്നതുകൊണ്ട് നാളെ നിങ്ങളിവിടെ കേരളം ഭരിക്കുന്ന മന്ത്രിയാവുമോ? ഒരു കാലത്തും ഇല്ല. അതൊക്കെ തലയിലേക്ക് അങ്ങനെ വന്നെങ്കിലേ ഉള്ളൂ. ഇതിലൂടെ വളർന്ന് വലിയ നേതാവായി. അക്കാര്യത്തിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് പലരോടും സംസാരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും ഇവരൊക്കെ അനുഭവിച്ചിരിക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് അല്ല സാമ്പത്തികം പോലും ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ അത്യാവശ്യം അക്ഷരാഭ്യാസമൊക്കെ പഠിച്ച് കഷ്ടപ്പെട്ട് എങ്കിൽ പാർട്ടി. പക്ഷേ അതൊക്കെ എനിക്ക് തോന്നുന്നത്, ഞാൻ ഈ കൂട്ടത്തിൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. EMS അദ്ദേഹമായിട്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. EK സത്യം പറഞ്ഞാൽ ഒരു കഥ കേൾക്കുന്ന സുഖമാണ് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ. നമുക്ക് രാഷ്ട്രീയക്കാർ നമ്മളോട് സംസാരിക്കുന്ന പോലെ അല്ല. എല്ലാവരും അതെ, എല്ലാവരോടും അതെ. അച്യുതാനന്ദൻ സഖാവ്, പിണറായി സാറ്, ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരല്ല തെറ്റുകാർ. സത്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ അങ്ങ് അടച്ചാക്ഷേപിക്കരുത്.
എന്തെങ്കിലുമൊക്കെ സംഭവം വരുമ്പോൾ ശരിയായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ ഒരു കേക്ക് വാങ്ങിച്ചു, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടല്ലേ ഞാൻ ബാക്കിയുള്ളവർക്ക് മുറിച്ച് കൊടുക്കുകയുള്ളൂ, അല്ലേ? അതൊരു മഹാ അപരാധമാണ്. എന്നാൽ എന്ന് വിചാരിച്ചപ്പോൾ എന്തും ആകാമെന്നല്ല. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളാക്കി പറഞ്ഞാൽ കേട്ടാൽ തോന്നും ഞങ്ങളാരും ഇങ്ങനെ ചെയ്തിട്ടേ ഇല്ലെന്ന്. അതൊക്കെ ചുമ്മാതാ. ഏത് പാർട്ടി ഭരിച്ചാലും അവരവരുടെ ആൾക്കാർക്ക് ജോലിയുള്ളൂ, പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം, പിന്നെ എക്സ്ട്രാ ബെനിഫിറ്റ്സൊക്കെ കൊടുത്ത് ഒക്കെ വരുമ്പോഴാണല്ലോ. അപ്പം ഞാനിതൊക്കെ പറയാൻ കാര്യം വെച്ചാൽ ഈ പുസ്തകം വായനയിലൂടെ കുറച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കാൻ പറ്റും. എന്താ ഇങ്ങനെ ചെയ്തത്, അത് ശരിയല്ലല്ലോ, എത്രയോ ജനങ്ങൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്നൊക്കെയുള്ള ഒരു വിശകലനം സ്വയം നടത്തുന്നത് നമുക്ക് ഈ കുറച്ചൊരു അറിവ് കൂടുമ്പോഴാണ്. അപ്പോൾ ഒരു ന്യൂസ് വായിച്ചു, അതിനകത്തെ നന്മയും തിന്മയും നമുക്കറിയാം, കള്ളത്തരവും സത്യവും നമുക്കറിയാം, അല്ലേ? അപ്പോൾ സത്യം മാത്രം എടുത്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്, വേണ്ടായിരുന്നു, ഇദ്ദേഹം ഇങ്ങനെ ചെയ്തല്ലോ എന്ന് നമുക്ക് തോന്നും. ഇതൊക്കെ നമുക്ക് വരണമെങ്കിൽ നമ്മുടെ അറിവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ വിശകലനമൊക്കെ നമുക്ക് നടക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അച്ഛനമ്മമാരോട് അപേക്ഷിക്കുകയാണ്, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പുസ്തകം വായിക്കും, അല്ലാതെ ഇങ്ങോട്ട് വന്നു പാവം അമ്മയൊരു ചായയും കൊടുത്ത് എന്തെങ്കിലും പലഹാരം കൊടുത്ത് കഴിച്ച് കഴിയുമ്പോൾ അമ്മ ഞാനിപ്പോൾ വരാൻ ഇറങ്ങി ഒരു പോക്ക് പോയി, ഏത് നേരത്ത് വരും എന്നുള്ളത് ഈശ്വരന് മാത്രമേ അറിയാവൂ. ആ സിസ്റ്റം മാറ്റണം വീടുകളിൽ കുറച്ച്. അത് പറഞ്ഞു കൊടുക്കുക. ചിലപ്പം ഇപ്പോൾ എന്നോട് ചിലരൊക്കെ പറയും, ആരോട് പറയാനാ ചേച്ചി അവൻ നമ്മളെ തല്ലാൻ പറ്റും. അതൊക്കെ അമ്മമാരെ സ്നേഹം കൊണ്ട് അങ്ങനെയൊക്കെ പറയാം. ആരും അമ്മമാരെ പിടിച്ചിട്ട് അങ്ങനെ തല്ലുമോ? അതൊന്നും ചെയ്തില്ല. അത്ര മോശക്കാർ പിള്ളേരൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഏതായാലും ഈ ലൈബ്രറിയിലൂടെ, സുഖേട്ടൻ ഉണ്ടാക്കി വെച്ച ലൈബ്രറിയിലൂടെ ഏറ്റവും കൂടുതൽ ഗുണം അനുഭവിച്ചിരിക്കുന്നത് എൻ്റെ മക്കൾ തന്നെയാണ്. അവർ പുസ്തകങ്ങൾ അതുകൊണ്ട് അവർ ഭയങ്കര മിടുക്കന്മാരെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്, അത് വായിച്ചത് കൊണ്ടുള്ള ഗുണങ്ങൾ അവർ പഠിക്കുമ്പോഴുണ്ട്. അതിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ സൈനിക സ്കൂളിലാണ് 2 പേരും പഠിച്ചത്. അവിടുത്തെ പാഠ്യരീതികളെക്കുറിച്ച് ഒരു പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാം. അസംബ്ലി സമയത്ത് അവർ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം സിനിമ കാണാനുള്ള തിയേറ്റർ വരെ ഉണ്ട്. ആ തിയേറ്ററിലാണെന്ന് തോന്നുന്നു അസംബ്ലി വരെ. അതൊക്കെ നടക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ പ്രിൻസിപ്പൽ ആ താമസിക്കുന്ന ഹൗസിൻ്റെ പേരും റോൾ നമ്പറും പറഞ്ഞ് വിളിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പറയും, ഒരു പ്രിപ്പറേഷനോ ഒന്നും കാണത്തില്ല. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ രാവിലത്തെ പത്രം വായിക്കണം അവിടെ നിർബന്ധമായിട്ട് കുട്ടികൾ അരമണിക്കൂർ. അപ്പോൾ വായിക്കുമ്പോൾ അന്നത്തെ പ്രധാന ന്യൂസുകൾ എന്തായാലും കണ്ണിൽ പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ എന്താണ് നമ്മുടെ നാട്ടിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് ചോദിച്ചാൽ 100-ൽ 98 പിള്ളേർക്കും അറിയാം, ഇത് വായിച്ചിട്ടുള്ളവർക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കാരണം അങ്ങനെയുള്ള കാര്യങ്ങളൊരു ശീലമാക്കുക. മോനെ പോകുന്നതൊക്കെ കൊള്ളാം, സന്ധ്യയ്ക്കുമ്പോൾ നീ ഇനി വരണം, അതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഒന്ന് നോക്കുക, ശ്രമിച്ച് നോക്കുക. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തിനെ വിളിച്ചുകൊണ്ടൊരു ശ്രമം നടത്തുക. കാരണം ഈ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തും കാണിക്കാം, റോഡിലായാലും പഠിക്കുന്ന കലാലയങ്ങളിലായാലും അല്ലാത്ത സ്ഥലങ്ങളിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും, അതൊക്കെ ഒരു ശരിയായ രീതിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല കേട്ടോ, സത്യം പറയുക. ഞാൻ ആ കുട്ടികളോട് ഞാൻ അപേക്ഷിക്കുകയാണ്, ഒരു വയസ്സായ അമ്മ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങളുണ്ടാക്കിയെടുക്കണം, മറ്റൊരാളുടെ നിർദ്ദേശാനുസരണം അല്ല നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഞാനിപ്പോൾ എൻ്റെ റോൾ ചെയ്ത് അല്ലെങ്കിൽ എൻ്റെ ജോലി ചെയ്യുന്നു സീരിയൽ, സിനിമ അത് ചെയ്ത് അവിടെ ഇരിക്കുന്നു. അതുപോലെ എൻ്റെ മക്കളും ജോലി ചെയ്യണം അവരുടെ കുടുംബത്തിന് വേണ്ടി. അപ്പോൾ ആരാണ്ട് പറയുന്നത് കേട്ടോ, അയ്യോ എന്ത് ഇവിടെങ്ങും ഇല്ലയോ, ഇവിടെ കുത്തിയിരുന്നാൽ അങ്ങനെ അവൻ്റെ ഭാര്യയും കൊച്ചിനെയൊക്കെ നോക്കുന്നത്, അത് ശരിയല്ലല്ലോ. അപ്പോൾ മക്കൾക്ക് നല്ലൊരു ജോലി ഉണ്ടാവണം, പഠിക്കണം, നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റണം, അതെല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അച്ഛനമ്മമാരെ ആദ്യം അവരോടുള്ള കടപ്പാടിനെക്കുറിച്ച് ഓർമ്മിക്കുക, അല്ലേ? ഈ മുദ്രാവാക്യം വിളിക്കാനുള്ള തൊണ്ടയിലെ ശബ്ദം തന്നവരാ, നല്ല ആഹാരമൊക്കെ തന്ന് നല്ല ഉറക്കം വിളിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അച്ഛനമ്മമാരും ശ്രദ്ധിക്കുക, പിന്നെ അവരെ പരിചയമുള്ള അവരുടെ അധ്യാപകർക്ക് ശ്രദ്ധിക്കാം. കുട്ടിയൊക്കെ ആയിക്കോ, അത്യാവശ്യമൊക്കെ ആയിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലിമിറ്റ് വിട്ടു പോകരുത്. നീ നിൻ്റെ വ്യക്തിത്വം കളയരുത്, നിൻ്റെ വളർച്ചയെ ബാധിക്കും. നീ വളർന്ന് വലുതായി നാടിനും വീടിനും ഗുണം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനാവാൻ വേണ്ടിയാണ് നീ ഈ ബഹളം കാണിക്കുന്നതെങ്കിൽ ഇതല്ല അതിൻ്റെ വഴി എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ കുട്ടി സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ വേണം. അത് ലൈബ്രറി എന്ന് പറഞ്ഞ ഈ സാധനം ഒരു വലിയ സഹായമാണ്. നല്ല പുസ്തകങ്ങൾ വായിക്കുക, നല്ല ഓതേഴ്സിൻ്റെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അതിലൂടെ കുറേ ജ്ഞാനം, അത് നമ്മൾ ചിന്തിക്കും. പുറകെ അച്ഛനും അമ്മയും പറയുക, പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്നുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. ഇതെല്ലാം കൂടെ വരുമ്പം ഏറെക്കുറെ ഒരു 75% അവർക്ക് നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റും. പിന്നെ 25% പകൽ ചെന്നിരിക്കുമ്പോൾ കൂട്ടുകാരുടെ പല നിർബന്ധങ്ങളും കാണും. അതിനൊക്കെ പക്ഷേ ഒരു ലിമിറ്റുണ്ട്.
ഒരു കൺട്രോൾ വിട്ടു പോകുന്നുണ്ടല്ലോ. കാരണം ഇപ്പോൾ ഒരു മുദ്രാവാക്യം വിളിക്കുന്നതോ ജാഥയിൽ കൂടെ പോകുന്നതോ സമരം ചെയ്യുന്നതോ മാത്രമല്ല, അതിനപ്പുറത്തെ തെറ്റുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. അതെല്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുത്തു ചാടാനുള്ള ഒരു അവിവേകം വരുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അത് മാറ്റിയെടുക്കുക. ആ അറിവില്ലായ്മ മാറുമ്പോൾ തന്നെ നിങ്ങൾ വിവേകമതികളായ നല്ല ചെറുപ്പക്കാരായിട്ട് മാറുമെന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. ദൈവം അതിനെ അനുഗ്രഹിക്കട്ടെ.